ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, തുടർന്ന് വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, 8ഉം 9ഉം വാക്യം വായിക്കുന്നു, ശ്രവിക്കുന്നു. വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ വചനം അല്പസമയം ശ്രവിക്കാം. ഞാൻ അൽഫയും ഓമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. 10-ാമത്തെ വാക്യം, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശനായി. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ യോഹന്നാന്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാവുന്ന യോഹന്നാന് പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടു എന്ന് ഉള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഗ്രീക്കിന്റെ അധീനതയിലായിരുന്ന ആ പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ അവിടെ വെച്ച് കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം, അതായത് ശബത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കർത്താവായ ദൈവത്തെ ആരാധിക്കുന്ന അതേ ദിവസം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വാഗ്ദത്തം ചെയ്ത ആ കർത്താവിനെ ആരാധിക്കുന്ന അതേ ദിവസം, ആരാധനയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന അതേ ദിവസമാണ് പ്രിയമുള്ളവരെ ആത്മാവിൽ വിവശത ഉണ്ടാകുന്നത്. ആത്മാവിൽ വിവശത എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആത്മാവിൽ വിവശത ഉണ്ടാകുന്നത്? അന്ന് നമുക്ക് നേരത്തെ അറിയാം, യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ യെശയ്യാവിന് ആത്മാവിലുണ്ടാകുന്ന വിവശത, അങ്ങനെ യെശയ്യാവ് ഉറങ്ങിപ്പോകുമ്പോൾ തന്നെ ദൂതൻ വന്ന് തട്ടി ഉണർത്തി ആഹാരം കഴിക്കുവാൻ വേണ്ടി പറയുന്നു. കാരണം 40 ദിവസം പ്രയാണം ചെയ്ത് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് അങ്ങനെയുള്ള ഒരു ആവശ്യം പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ പറയുന്നത് ആത്മാവിൽ വിവശതയാണ്. എന്തുകൊണ്ട്? ദൈവം ദർശനങ്ങൾ കൊടുക്കുവാൻ പോകുന്ന ആ ഒരു വിവശത ദൈവം തന്റെ ദാസന് അല്ലെങ്കിൽ തന്റെ ദൂതനെ അല്ലെങ്കിൽ തന്റെ ശിഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ദൈവത്തിന്റെ വചനമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ 8-ാമത്തെ വാക്യം പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശു ക്രിസ്തു അൽഫയും ഒമേഗയും ആകുന്നു. ഗ്രീക്ക് പദമാണ് അൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതും അവസാനത്തേതും. നാം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നാം പ്രവർത്തിക്കുമ്പോൾ തുടക്കവും അതിന്റെ അവസാനവും. അപ്പോൾ അതിൻ്റെതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അൽഫയും ഓമേഗയും ആകുന്നു. യേശു ക്രിസ്തു ഒന്നാമത്തവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ 28-ാമത്തെ അതിന്റെ 5-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പേ ആദ്യമായി എന്നെ സൃഷ്ടിച്ചു എന്ന്. സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പേ ആദ്യമായി എന്നെ സൃഷ്ടിച്ചു എന്ന് യേശു കർത്താവ് തന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവർ, അപ്പോൾ ആദ്യം സൃഷ്ടിച്ചത്, ആദ്യത്തെ സൃഷ്ടി, ഒന്നാമത്തെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ അൽഫയും, അതാണ് യേശു ക്രിസ്തുവിടെ പറഞ്ഞത്, ഞാൻ അൽഫയും ഒന്നാമത്തവൻ, ഓമേഗയും ഏറ്റവും അവസാനം. ഈ ലോകത്തിന്റെ അവസാനം നിർണയിക്കുന്നതും ഈ വ്യക്തി തന്നെയാണ്, ഈ സർവശക്തിയുള്ള യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് ഞാൻ അൽഫയും ഓമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇത് വ്യക്തി ആരാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായല്ലോ. ഇരിക്കുന്നവൻ, ഇപ്പോൾ ഇരിക്കുന്നവൻ, നേരത്തെ ആ പൊസിഷനിൽ ഇരുന്നവൻ, അടുത്ത് ഇനി വീണ്ടും വരുന്നവനുമായുള്ള സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അപ്പോൾ അടയ്ക്കപ്പെട്ട ഒരവസ്ഥ കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്മോസ് എന്ന ദ്വീപിൽ ഈ യോഹന്നാനെ നാടുകടത്തപ്പെട്ട ഒരവസ്ഥ അവിടെ വിവരിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതാണ് അന്നത്തെ ആദിമഘട്ടത്തിലെ അല്ലെങ്കിൽ ആദിമ പ്രാചീന ലോകത്തിലെ ഗ്രീക്കിലെ റോമിലെ സഹോദരങ്ങൾ രൂപം കൊടുത്ത അത് അപ്പോസ്തലികത്വത്തിന്റെ പ്രത്യേകത ഇതാണ് പ്രിയമുള്ളവരെ. ഇന്ന് നാം കാണുന്ന അപ്പോസ്തലികമല്ല,
അന്ന് അവർ അനുഷ്ഠിച്ച കഷ്ടത, പ്രയാസങ്ങൾ, ദൈവത്തിന് വേണ്ടി, യേശു കർത്താവിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി അവർ ഓരോരുത്തരും അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിൽ, വേറെ ആരുമില്ല, കഴുകന്മാരുടെ മധ്യേ ആയിരിക്കുന്ന ഒരവസ്ഥയിലും, ഇരുട്ടറയിലായിരിക്കുന്ന ഒരവസ്ഥയിലും, ആ ഇരുളിന്റെ മറവിലായിരിക്കുന്ന ഒരവസ്ഥയിലും യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ അതിനു വേണ്ടിയാണ്, ദൈവത്തിന്റെ വചനപ്രകാരമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചന നിവൃത്തിക്ക് വേണ്ടിയാണ്, യേശുവിന്റെ സാക്ഷ്യ നിവൃത്തിക്ക് വേണ്ടിയാണ് പത്മോസ് ദ്വീപിൽ അടയ്ക്കപ്പെട്ട യോഹന്നാൻ നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന. പ്രിയമുള്ളവരെ, ഈ തിരുവചന സത്യങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.